പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ സാമൂഹിക ശാസ്ത്രം രണ്ടാം പേപ്പർ, ജോഗ്രഫി, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ആദ്യത്തെ യൂണിറ്റ് സീസൺസ് ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയവും യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇതിൽ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട്, ഈ യൂണിറ്റിനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഋതുഭേദങ്ങൾ അഥവാ സീസൺസാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ടൈമാണ്. എങ്ങനെയാണ് സമയം കണക്കാക്കുന്നത്, സമയം കണക്കാക്കുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണെന്ന് വസ്തുതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം സീസൺസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സീസൺസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ആശയങ്ങൾ, എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്ന ചില ആശയങ്ങളാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ അഥവാ സീസൺസ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം. രണ്ട്, അതിൽ തന്നെ അച്ചുതണ്ടിൻ്റെ ചരിവിനെ വിശകലനം ചെയ്യാനുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. മൂന്ന്, അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ത് എന്നുള്ളതാണ്. അടുത്തത്, ഏതൊക്കെയാണ് സീസണുകൾ, ഓരോ സീസണുകളിലും പ്രകൃതിയിൽ നമ്മൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അടുത്തത്, ഓരോ സീസൺസിൻ്റെ ഇടയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യത്തിൽ വരുന്ന ഏറ്റക്കുറവ് എങ്ങനെയാണെന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇവ ഓരോന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം, സീസൺസ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്. മൂന്ന് കാരണങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. ഒന്ന്, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണം. രണ്ട്, അച്ചുതണ്ടിൻ്റെ ചരിവ്. മൂന്ന്, അച്ചുതണ്ടിൻ്റെ സമാന്തരത, അതായത് റെവല്യൂഷൻ ഓഫ് എർത്ത് എറൗണ്ട് ദ സൺ. രണ്ട്, ടിൽറ്റ് ഓഫ് ദി ആക്സിസ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ഓഫ് ദി ആക്സിസ്. മൂന്ന്, പാരലിസം ഓഫ് ദി ആക്സിസ്. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സൂര്യന് ചുറ്റും ഭൂമിക്ക് ഒരു പ്രാവശ്യം സഞ്ചരിക്കുവാൻ വേണ്ടുന്ന സമയം 365 ദിവസവും 6 മണിക്കൂറുമാണ്. ഇതിൽ 365 ദിവസത്തെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഒരു വർഷം, ഒരു സാധാരണ വർഷം, ഒരു നോർമൽ ഇയർ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഒരു റൗണ്ട് ഭൂമി സൂര്യനെ ചുറ്റി വരുമ്പോൾ 6 മണിക്കൂർ മിച്ചം വന്നു. അങ്ങനെ 4 പ്രാവശ്യം ചുറ്റി വരുമ്പോൾ മിച്ചം വരുന്ന 6 മണിക്കൂർ വീതമുള്ള 4 വർഷം. അപ്പോൾ 6 ഗുണം 4, 24 മണിക്കൂർ. ഈ 24 മണിക്കൂറിനെ 4-ാമത്തെ വർഷത്തിലെ ഫെബ്രുവരി മാസത്തോടൊപ്പം ചേർക്കുന്നു. അങ്ങനെ 29 ദിവസങ്ങളുള്ള ഒരു ഫെബ്രുവരി മാസം ഓരോ 4 വർഷത്തിലൊരിക്കലും വരാറുണ്ട്. ഇത്തരം വർഷങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് അതിവർഷം എന്നാണ്, അല്ലെങ്കിൽ ലീപ്പ് ഇയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലായി, പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഓർബിറ്റിലൂടെയാണ് ഭൂമി സൂര്യനെ അവലംബിക്കുന്നത്. ദീർഘവൃത്താകൃതി, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ്, അല്ലേ? അതാണ് ഭൂമിയുടെ സഞ്ചാരമായി നമ്മൾ കണക്കാക്കുന്നത്. രണ്ട്, ഇൻക്ലിനേഷനാണ്. നമുക്കിവിടെ മോണിറ്ററിൽ ഒരു ചിത്രം കാണാൻ സാധിക്കുന്നത്. അച്ചുതണ്ട് ഒരു സാങ്കല്പികമാണ്. അപ്പോൾ സാങ്കല്പിക അച്ചുതണ്ടിൽ എങ്ങനെയാണ് അച്ചുതണ്ട് അല്ലെങ്കിൽ ചരിവ് കണക്കാക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്, ഈ കാണുന്ന ലൈൻ പരിക്രമണ തലമാണ്. ഈ പരിക്രമണ തലത്തിൽ ഒരു പ്രൊട്രാക്ടർ നമ്മൾ വെക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കൂ, ഇതാണ് അച്ചുതണ്ട്. ഈ കാണുന്ന ലൈനാണ് അച്ചുതണ്ടായി നമ്മൾ സങ്കല്പിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ചരിവ് 66.5 ഡിഗ്രിയാണ്. 66 ഡിഗ്രിയാണ് ചരിവ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? പരിക്രമണ തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് ഓർബിറ്റിൽ നിന്നുകൊണ്ട്, ഇഫ് വി കാൽക്കുലേറ്റ് ദ ഇൻക്ലിനേഷൻ, ഇറ്റ് വിൽ ബി 66.5 ഡിഗ്രി. ഇനി അതല്ല, പരിക്രമണ തലത്തിൻ്റെ ലംബം, ഇതാണ് ലംബം,
ഈ പരിക്രമണ തലത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ പ്ലെയിൻ ഓഫ് ഓർബിറ്റിൽ നിന്നുകൊണ്ട് അതിൻ്റെ വെർട്ടിക്കൽ ലൈനിൽ നിന്നുകൊണ്ട് നമ്മൾ ഇൻക്ലിനേഷൻ കണക്കാക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ കഴിയും ഇറ്റ് ഈസ് 23.5 ഡിഗ്രി, 23 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ കാണാം. പരിക്രമണ തലത്തിൽ നിന്നുകൊണ്ട് ചരിവ് കണക്കാക്കിയാൽ 66.5 ഡിഗ്രി, അല്ലെങ്കിൽ പരിക്രമണ തലത്തിൻ്റെ വെർട്ടിക്കലിൽ നിന്നുകൊണ്ട് ചരിവ് കണക്കാക്കിയാൽ ദാറ്റ് ഈസ് 23.5 ഡിഗ്രി. ഇതാണ് അച്ചുതണ്ടിൻ്റെ ചരിവെന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു ഭാഗമാണ് ഈ അച്ചുതണ്ടിൻ്റെ സമാന്തരത. എന്താണ് സമാന്തരത? ഇവിടെ നോക്കുക, ഈ ചിത്രത്തിലെ 4 പൊസിഷൻ, ഭൂമിയുടെ 4 പൊസിഷൻ, സൂര്യൻ്റെ ചുറ്റുമുള്ള ഭൂമിയുടെ 4 പൊസിഷനുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ 4 പൊസിഷനിലും ഈ അച്ചുതണ്ടിൻ്റെ ആ ചരിവ് എല്ലായിടത്തും ഒരുപോലെയാണ്. ഇവിടെ ഏത് രീതിയിലാണോ കാണുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉള്ളത്, അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉള്ളത്, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇതിന് മാറ്റം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെയും ഇപ്പുറത്തെത്തുമ്പോൾ തിരിച്ച് ഇങ്ങനെയുമാണ് വരുന്നതെങ്കിലോ അവിടെ ഒരു പാരലിസം ഇല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എവിടെയും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് ഒരേ രീതിയിൽ കാത്തു സൂക്ഷിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പാരലിസം ഓഫ് ആക്സിസ് അഥവാ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ അച്ചുതണ്ടിൻ്റെ സമാന്തരത, അച്ചുതണ്ടിൻ്റെ ചരിവ്, അതുപോലെ തന്നെ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ. അപ്പം all of these 3 factors, first of all revolution, tilt of the axis and parallelism of axis are the 3 reasons or 3 factors led to the seasons. സീസൺസ്, ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. അത് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ, സൂര്യൻ്റെ അയനം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ഭൂമിക്ക് ചരിവില്ലായിരുന്നുവെങ്കിൽ, അച്ചുതണ്ടിന് ചരിവില്ലായിരുന്നുവെങ്കിൽ സൂര്യൻ എപ്പോഴും ഭൂമധ്യരേഖയുടെ നേർമുകളിലായിരുന്നേനെ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. സൂര്യപ്രകാശം ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയും അവിടുന്ന് ട്രോപ്പിക് ഓഫ് കേപ്രിഗോൺ വരെയും, കൃത്യമായി പറഞ്ഞാൽ 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് മുതൽ 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് വരെയുള്ള പ്രദേശങ്ങളിൽ, ഉത്തരായന രേഖ മുതൽ ദക്ഷിണായന രേഖ വരെ, അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ട്രോപ്പിക് ഓഫ് കേപ്രിഗോൺ വരെയുള്ള പ്രദേശത്ത് സൂര്യപ്രകാശം ലംബമായി പതിക്കുകയാണ് ഓരോ ദിവസവും. ഒരു ദിവസം ഇപ്പോൾ ഭൂമധ്യരേഖയിൽ ഇന്ന് ലംബമായി പതിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വടക്കോട്ട് സൂര്യൻ്റെ ലംബരശ്മികൾ മാറി മാറി പതിക്കുകയാണ്. അത് പരമാവധി ഉത്തരായന രേഖ വരെ പോകും, തിരിച്ച് ഭൂമധ്യരേഖയിലേക്ക് വീണ്ടും വരും. ഭൂമധ്യരേഖയിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു. അടുത്ത ദിവസം തൊട്ട് അത് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക്, സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോവുകയാണ്. സദേൺ ഹെമിസ്ഫിയറിൽ ഓരോ ലാറ്റിറ്റ്യൂഡിലും സൺറൈസ് വെർട്ടിക്കലായിട്ട് പതിക്കുന്നു. ഒടുവിൽ 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് എ ട്രോപ്പിക് ഓഫ് കേപ്രിഗോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖയുടെ മുകളിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു. ഇത് ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ഒന്ന് നോക്കാം ഈ സഞ്ചാരത്തെ. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞത് ഭൂമധ്യരേഖ മുതൽ വടക്കോട്ട് ഉത്തരായന രേഖ വരെയും, ഉത്തരായന രേഖ മുതൽ വീണ്ടും ഭൂമധ്യരേഖ വരെയും, ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖ വരെയും, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ട്രോപ്പിക് ഓഫ് കേപ്രിഗോൺ വരെയുള്ള പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സൂര്യൻ ഇങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലുമായി സഞ്ചരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുകയാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ, അല്ലെങ്കിൽ അയനമാറ്റം, സൂര്യൻ്റെ അയനമാറ്റം എന്ന് പറയുന്നത് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ നമുക്ക് ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ മാർച്ച് 21. ഈ മാർച്ച് 21 സൂര്യൻ ഭൂമധ്യരേഖയുടെ നേർമുകളിലാണ്, അതായത് ഇക്വേറ്ററിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ ദിവസം എന്ത് സംഭവിക്കുന്നു?
ഭൂമിയിൽ എല്ലായിടത്തും തുല്യമായ പകലും തുല്യമായ രാത്രിയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ ദിവസത്തെ വിളിക്കുന്ന പേര് ഇക്വിനോക്സ് അഥവാ സമരാത്ര ദിനങ്ങൾ, അതുമല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ വിഷുവങ്ങൾ എന്നാൽ എന്ത്, അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്നാൽ എന്ത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഇക്വിനോക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാർച്ച് 21-നാണ്, അതേപോലെ സെപ്റ്റംബർ 23-നും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ 2 ദിവസങ്ങളിൽ സൂര്യപ്രകാശം ഭൂമധ്യരേഖയിൽ അല്ലെങ്കിൽ ഇക്വേറ്ററിൽ വെർട്ടിക്കലായി പതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ എല്ലായിടത്തും തുല്യമായ പകലും തുല്യമായ രാത്രിയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ ദിവസത്തെയാണ് നമ്മൾ ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ, അതുമല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത്. അടുത്തത് നോക്കാം. മാർച്ച് 21 കഴിഞ്ഞ് ജൂൺ 21-ലേക്ക് എത്തുമ്പോൾ, മാർച്ച് 21 കഴിഞ്ഞ് ജൂൺ 21-ലേക്ക് എത്തുമ്പോൾ സൂര്യപ്രകാശം ഉത്തരായന രേഖയിലാണ് ലംബമായി പതിക്കുന്നത്. ഉത്തരായന രേഖയിലാണ് ലംബമായി അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഉത്തരായന രേഖ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ വെർട്ടിക്കൽ റേസ് പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള, ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നു. അപ്പോൾ പകൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ്, അപ്പോൾ രാത്രി ദൈർഘ്യം വളരെ കുറഞ്ഞതാണ്. ഈ ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേര് സമ്മർ സോൾസ്റ്റിക്സ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ് വിളിക്കുന്നത്. സമ്മർ സോൾസ്റ്റിക്സ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം. എന്നാണ് ഗ്രീഷ്മ അയനാന്ത ദിനം? ജൂൺ 21. കാരണം സൂര്യപ്രകാശം വെർട്ടിക്കലായി പതിക്കുന്നത് ഉത്തരായന രേഖയിൽ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ആണ്. അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ഈസ് എക്സ്പീരിയൻസിങ് ഓൺ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് ഡേ ആൻഡ് ലോങ്ങസ്റ്റ് നൈറ്റ്, അതായിരിക്കും സംഭവിക്കുന്നത്. അടുത്തത് നോക്കാം, ഡിസംബർ 22. ഡിസംബർ 22-ന് സൂര്യൻ എവിടെ എത്തുന്നു എന്നറിയാമോ? ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്ക്, അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിൻ്റെ നേർമുകളിൽ സൂര്യൻ എത്തുകയാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? സദേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും അനുഭവപ്പെടും. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ, നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഇന്ത്യക്കാരെല്ലാം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും അനുഭവപ്പെടുന്നത്? ലോങ്ങസ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേയുമാണ്. ദൈർഘ്യമേറിയ രാത്രിയും ദൈർഘ്യം വളരെ കുറഞ്ഞ പകലുമായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ദിവസത്തെയാണ് നമ്മൾ വിളിക്കുന്നത് വിൻ്റർ സോൾസ്റ്റിസ് അഥവാ ശൈത്യ അയനാന്ത ദിനം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഓർക്കുക, മാർച്ച് 21, സെപ്റ്റംബർ 23 ഭൂമധ്യരേഖ, തുല്യമായ പകലും രാത്രിയും. ജൂൺ 21 ഉത്തരായന രേഖ, ദൈർഘ്യമേറിയ പകലും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും ഉത്തരാർദ്ധഗോളത്തിൽ. ഡിസംബർ 22 സൂര്യപ്രകാശം ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിന് മുകളിൽ, ദൈർഘ്യം ഏറ്റവും കൂടിയ രാത്രിയും ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ പകലുമായിരിക്കും അനുഭവപ്പെടുന്നത്. നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. ഈ ടേബിളിലേക്ക് നമുക്കൊന്ന് വരാം. ടേബിളിൽ കാണാൻ കഴിയുന്നത് മാസങ്ങൾ പറയുന്നുണ്ട്, സൂര്യൻ്റെ അയനം പറയുന്നുണ്ട്, ഋതുഭേദങ്ങൾ പറയുന്നുണ്ട്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നു. അഥവാ ദി അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ ഈസ് ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഈ ദിവസങ്ങളിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം, സദേൺ ഹെമിസ്ഫിയറിൽ ഹേമന്തകാലം അഥവാ ഓട്ടം സീസൺ ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഓർക്കുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം, സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ അഥവാ ഹേമന്തകാലം അനുഭവപ്പെടുന്നു. ഇനി അടുത്ത് നോക്കാം, ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും ഇക്വേറ്ററിലേക്ക് വരിക, അല്ലെങ്കിൽ ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം അല്ലെങ്കിൽ അയനമാറ്റം അല്ലെങ്കിൽ അപ്പാരൻ്റ് മൂവ്മെൻറ്റ്.
ദി അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ ഈസ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദി ഇക്വേറ്റർ. ഈ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും, സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവുമായിരിക്കും അനുഭവപ്പെടുന്നത്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഓർക്കുക, ഫ്രം സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 സൂര്യൻ്റെ അയനമാറ്റം അല്ലെങ്കിൽ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കൂ. ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ, അല്ലെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത് ഹേമന്തകാലമാണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത് വസന്തകാലമാണ്. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലം എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് സീസണാണ്. നോർത്തേൺ ഹെമിസ്ഫിയർ ഉത്തരാർദ്ധഗോളത്തിൽ എന്ന് പറയുമ്പോൾ ഹേമന്തകാലം എന്ന് പറയുന്നത് ഓട്ടം സീസണായിരിക്കും അനുഭവപ്പെടുന്നത്. അടുത്തത് ഡിസംബർ 22 ടു മാർച്ച് 21 ആണ്. എവിടെ നിന്നും എങ്ങോട്ടാണ്? ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിൽ നിന്നും ഇക്വേറ്ററിലേക്കാണ്. ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ ഈസ് ഫ്രം ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ ടു ഇക്വേറ്റർ, അല്ലെങ്കിൽ ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്കാണ് സൂര്യൻ്റെ അയനമാറ്റം സംഭവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ ടേബിൾ നല്ലതുപോലെ വേണം പഠിച്ചിട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഓരോ ഋതുക്കളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. വസന്തകാലമാകുമ്പോൾ അതിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ചൂട് കൂടി വരുന്ന കാലഘട്ടമാണ്. ശൈത്യം അവസാനിച്ച് ശൈത്യത്തിൽ നിന്ന് വേനലിലേക്കുള്ള ഒരു ട്രാൻസിഷണൽ പീരീഡാണ്. ശൈത്യകാലം കഴിഞ്ഞ് വേനൽക്കാലത്തിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ പീരീഡാണ്. ഈ പീരീഡിൽ ചൂട് കൂടി വരികയാണ്. അത് പ്രകൃതി എങ്ങനെയാണ്? ചെടികളെല്ലാം പുഷ്പിക്കുന്നു, മാവ് പൂക്കുന്നു, മാവിൽ മാങ്ങ പിടിക്കുന്നു, അതുപോലെ തന്നെ പ്ലാവിൽ കള വീഴുന്നു. അങ്ങനെ പ്രകൃതിയിൽ മൊത്തത്തിൽ ഒരു വസന്തത്തിൻ്റെ അല്ലെങ്കിൽ പുഷ്പവൃതമായ ഒരു അന്തരീക്ഷ അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേനൽക്കാലം അല്ലെങ്കിൽ ഗ്രീഷ്മകാലം അറിയാം, നല്ല ചൂടായിരിക്കും. ജലത്തിന് പോലും ദൗർലഭ്യം നേരിടുന്ന, ശുദ്ധജലത്തിന് ദൗർലഭ്യം നേരിടുന്ന ഒരു വല്ലാത്ത കാലമായിരിക്കും അന്ന്. ഹേമന്തകാലം നമുക്കറിയാം, ഇലകൾ കൊഴിക്കുന്ന സസ്യജാലങ്ങൾ വെള്ളത്തിൻ്റെ അഭാവത്തിൽ പല മരങ്ങളും ഇല കൊഴിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ശൈത്യകാലം എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ്, മഞ്ഞുവീഴ്ച പോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ട് കോൺസെപ്റ്റുകൾ ഇവിടെ അറിയണം. ഉത്തരായനവും ദക്ഷിണായനവുമാണ്. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്, ഉത്തരായനം ദക്ഷിണായനം. എന്താണ് ഉത്തരായനം, എന്താണ് ദക്ഷിണായനം? നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പാരൻ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സൂര്യൻ്റെ അയനം ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിനും ഇടയിലാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരായനം എന്ന് നോക്കാം. ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള അയനമാറ്റമാണ്, അല്ലെങ്കിൽ അപ്പാരൻ്റ് മൂവ്മെൻ്റാണ്. ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ, അതായത് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖ വരെയുള്ള സൂര്യൻ്റെ സഞ്ചാരകാലത്തെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്ക്, 23 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖയിൽ നിന്നും, അതെവിടെയാണ് അല്ലെങ്കിൽ ഏത് ദിവസമാണ്? ഡിസംബർ 22. അത് കഴിഞ്ഞ് ഉത്തരായന രേഖയിൽ എത്തുന്നത് എപ്പോഴാണ്? ജൂൺ 21. അപ്പം ദക്ഷിണായന രേഖ മുതൽ ഉത്തരായന രേഖ വരെയുള്ള സൂര്യൻ്റെ സഞ്ചാര കാലഘട്ടം, ഫ്രം ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ദാറ്റ് ഈസ് ഫ്രം ഡിസംബർ 22 ശേഷം ജൂൺ 21 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഈ കാലഘട്ടത്തെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഉത്തരായന കാലം എന്ന് പറയാം. രണ്ടാമത് ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ എന്താണ്?
ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിലേക്കുള്ള സൂര്യൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻ്റാണ്. അപ്പം ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് സൺ ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദി ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ, അല്ലെങ്കിൽ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനമാറ്റം സംഭവിക്കുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ പറയുന്നത് ദക്ഷിണായനം അല്ലെങ്കിൽ ദക്ഷിണായന കാലമെന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിലെ ഫസ്റ്റ് ഹാഫ്, ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷന് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാകുന്നത്. അടുത്തത് എൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണ്. സമയനിർണ്ണയമാണ്. സമയനിർണ്ണയം എങ്ങനെയാണ്? സമയനിർണ്ണയത്തിൻ്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭ്രമണമാണ്. ചിത്രത്തിലേക്ക് ഒന്ന് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ചിത്രത്തിൽ ഭൂമിയുടെ ഭ്രമണത്തെയാണ് കാണിച്ചിരിക്കുന്നത്. ഭ്രമണം എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്, അവ റൊട്ടേറ്റ് ചെയ്യുന്നത്. ദ റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. എന്തുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുന്നത്? എന്തുകൊണ്ടാണ് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത്? ഉത്തരം സിമ്പിളാണ്. ദ റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അതാണ് കാര്യം. അപ്പോൾ കൂടിയ സമയങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. അത് കഴിഞ്ഞ് സൂര്യൻ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു, പടിഞ്ഞാറോട്ട് വരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ അടിസ്ഥാനമായി നമ്മൾ പറയുന്നത്. മറ്റൊന്ന്, ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ടുന്ന സമയം എത്രയാണ്? 24 മണിക്കൂറാണ്. 24 മണിക്കൂറാണ്. 24 മണിക്കൂർ എന്ന് പറയുന്നത് 1440 മിനിറ്റാണ്. എന്ന് പറഞ്ഞാൽ 24 ഗുണം 60 എന്നതാണ് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. അതായത് 24 മണിക്കൂറിനെ മിനിറ്റാക്കാൻ 24 മണിക്കൂർ ഗുണം 60 മിനിറ്റ്, അപ്പോൾ 1440 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണല്ലോ. 360 ഡിഗ്രി തിരിയുവാൻ വേണ്ടുന്ന സമയം 1440 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി തിരിയുവാൻ വേണ്ടുന്ന സമയം എത്രയാണ്? 1 ഡിഗ്രി തിരിയുവാൻ വേണ്ടുന്ന സമയം വളരെ സിമ്പിളായിട്ട് കണക്കാക്കാവുന്നതേ ഉള്ളൂ. 1440 ഡിവൈഡഡ് ബൈ 360. 1440 ഡിവൈഡഡ് ബൈ 360. അപ്പോൾ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 1 ഡിഗ്രി തിരിയുവാൻ വേണ്ടുന്ന സമയം 4 മിനിറ്റാണ്. 1 ഡിഗ്രി തിരിയാൻ വേണ്ടുന്ന സമയം 4 മിനിറ്റാണ്. അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി ആയിരിക്കും ഭൂമി തിരിയുക? സിമ്പിളാണ്. 1 മണിക്കൂർ വേണമെങ്കിൽ 60 മിനിറ്റാണ് അല്ലേ? 60 മിനിറ്റ് സമയം കിട്ടാൻ വേണ്ടി 15 ഡിഗ്രി. അപ്പോൾ 15 ഗുണം 4 ആയപ്പോൾ 60 ആയി. 15 ഡിഗ്രി ഗുണം 4 മിനിറ്റ് ആകുമ്പോൾ 60 മിനിറ്റായി. അപ്പോൾ ഒരു 15 ഡിഗ്രിക്ക് 1 മണിക്കൂറാണ്. ഇതാണ് അതിൻ്റെ മറ്റൊരു കാൽക്കുലേഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് സമയം. ഇനി നമ്മളിവിടെ പറഞ്ഞതുപോലെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണം എന്നതുകൊണ്ട് കൂടിയ സമയം കിഴക്കും കുറഞ്ഞ സമയം പടിഞ്ഞാറുമാണ്. എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് പോകുമ്പോൾ സമയം അല്ലെങ്കിൽ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കൂട്ടുകയും വെസ്റ്റിലോട്ട് സമയം കുറയ്ക്കുകയും ചെയ്യണം. ഓർക്കുക, നമ്മൾ ചില ബേസിക് കോൺസെപ്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ഭൂമിക്ക് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ വേണ്ടുന്ന സമയം 24 hours. അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ 1440 മിനിറ്റാണ്. അപ്പോൾ 1 ഡിഗ്രിക്ക് 4 മിനിറ്റാണ്. 1 മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രി ആയിരിക്കും ഭൂമി കവർ ചെയ്യുന്നത്. ഇനി അടുത്തത് പറഞ്ഞത് ടൈം ഇൻക്രീസസ് ടുവേഴ്സ് ഈസ്റ്റ്, ടൈം ഡിക്രീസസ് ടുവേഴ്സ് വെസ്റ്റ്. ഈസ്റ്റിലോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് സമയം കൂടുകയും വെസ്റ്റിലോട്ട് സമയം കുറയുകയുമാണ് ചെയ്യുന്നത്. ഇത്രയും കോൺസെപ്റ്റ് നമുക്ക് അടിസ്ഥാനപരമായി സമയനിർണ്ണയത്തിന് വേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ പോകുന്നത് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം എന്താണ്?
ലോക്കൽ ടൈം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് മനുഷ്യൻ അങ്ങനെയാണ്. ഓരോ പ്രദേശത്തും തലയ്ക്ക് മുകളിൽ സൂര്യൻ എത്തുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി എന്ന് കണക്കാക്കി സമയം നിർണ്ണയിക്കുന്ന രീതി, അല്ലേ? ദ അപ്പെക്സ് പൊസിഷൻ ഓഫ് സൺ ഈസ് കൺസിഡേർഡ് ടു ബി 12 noon. ഇറ്റ് ഈസ് ദ ലോക്കൽ ടൈം. അപ്പോൾ ലോക്കൽ ടൈം എന്ന് പറയുന്നത് തലയ്ക്ക് മുകളിൽ സൂര്യൻ എത്തുമ്പോൾ 12 മണി, ഉച്ചയ്ക്ക് 12 മണി എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് സമയം നിർണ്ണയിച്ചിരുന്നത്. ഇതിനെയാണ് ലോക്കൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അങ്ങ് ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ വളരെ വിശാലമായ ഏകദേശം 30 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 30 ഡിഗ്രി രേഖാംശ വ്യാപ്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ രാജ്യത്തെ ഓരോ ലോഞ്ചിറ്റ്യൂഡിൻ്റെയും മുകളിൽ സൂര്യൻ എത്തുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി എന്ന് കണക്കാക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ത്യയിൽ ഒരു പൊതു പരീക്ഷ, ഒരു പബ്ലിക് എക്സാം നടത്താൻ കഴിയാതെ, ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാകുന്ന ഒരു എക്സാം നടത്താൻ കഴിയാതെ പോകും. ഒരു റേഡിയോ പ്രോഗ്രാം നടത്താൻ കഴിയത്തില്ല. ഒരു റേഡിയോ പ്രോഗ്രാം നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു ടെലിവിഷൻ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു റെയിൽവേ ടൈം ടേബിളോ ഒരു വിമാന സർവീസുമായി ബന്ധപ്പെട്ട ടൈം ടേബിളോ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രോബ്ലങ്ങളുണ്ട്. അപ്പം നമുക്ക് രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന ഒരു സമയം വേണം. രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന സമയം, അത് എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുക? അതിൻ്റെ ബേസ് എന്തായിരിക്കണം? ആ ചിന്തയുടെ ഭാഗമാണ് ഗ്രീനിച്ച് മെറീഡിയനെ അതിൻ്റെ ഒരു ബേസ് ലൈനായിട്ട് നമ്മൾ പരിഗണിച്ചത്. ഏതാ ഗ്രീനിച്ച് മെറീഡിയൻ? ഗ്രീനിച്ച് മെറീഡിയൻ എന്ന് ലണ്ടനിലാണ്. നമുക്കിവിടെ കാണാൻ കഴിയും. നോക്കുക, റോയൽ ഒബ്സർവേറ്ററി ഗ്രീനിച്ച്, ഇറ്റ് ഈസ് ഇൻ ലണ്ടൻ. ലണ്ടനിലെ ഗ്രീനിച്ച് ഒബ്സർവേറ്ററി, ഈ ഗ്രീനിച്ച് ഒബ്സർവേറ്ററിയെ ബേസ് ലൈനായി പരിഗണിച്ചു. ഈ സ്ഥലത്തു കൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ, രേഖാംശ രേഖയെ പ്രൈം മെറീഡിയനായി പരിഗണിച്ചു. ലോക സമയനിർണയത്തിൻ്റെ ബേസ് ലൈൻ പ്രൈം മെറീഡിയൻ എന്ന് പറയും. ഗ്രീനിച്ച് രേഖ, അതായത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. അത് ഗ്രീനിച്ച് രേഖ എന്ന പേര് വരാൻ കാരണം ഇവിടെയാണ്. റോയൽ ഒബ്സർവേറ്ററി ഗ്രീനിച്ചിലൂടെ കടന്നു പോകുന്ന ലൈൻ 0 ആയി പരിഗണിച്ചു, അതിന് ഗ്രീനിച്ച് രേഖയെന്ന് കൊടുത്തു. സമയനിർണ്ണയത്തിന് ഇത് ബേസ് ലൈനായിട്ട് എടുത്തത് കൊണ്ട് തന്നെ അതിന് പ്രൈം മെറീഡിയൻ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പ്രൈം മെറീഡിയൻ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കിഴക്കോട്ട് സമയം കൂട്ടിയും പടിഞ്ഞാറോട്ട് സമയം കുറച്ചുമാണ് നമ്മൾ സമയം കണക്കാക്കാൻ തുടങ്ങിയത്. എങ്ങനെയായിരിക്കും? ഗ്രീനിച്ച് 0-ൽ നിന്നും കിഴക്കോട്ട് ഓരോ ഡിഗ്രിക്ക് 4 മിനിറ്റ് കൂട്ടുകയാണ്. അതായത് പ്രൈം മെറീഡിയൻ, ഗ്രീനിച്ച് മെറീഡിയൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ 1 ഡിഗ്രി രേഖാംശത്തിന് 4 മിനിറ്റ് കൂട്ടുന്നു. പടിഞ്ഞാറോട്ട് 1 ഡിഗ്രി രേഖാംശത്തിന് 4 മിനിറ്റ് കുറയ്ക്കുന്നു. അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ പ്രൈം മെറീഡിയനെ ആധാരമാക്കി 15 ഡിഗ്രി വീതം വ്യാപ്തിയുള്ള 24 സമയമേഖലകളായി ലോകത്തെ വിഭജിച്ചു. The world is divided into 24 time zones. Each time zone carries 15 degree longitudinal extent. 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് ഉള്ള 24 ടൈം സോൺസ്, 24 സമയമേഖലകളായി തിരിച്ചു. അപ്പോൾ ഓർക്കണം, ഒരു ടൈം സോണിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് എത്രയാണ്? 15 ഡിഗ്രി. ഈ 15 ഡിഗ്രിയുടെ ടൈം ഡിഫറൻസ് എത്രയാണ്? 1 അവർ, 1 മണിക്കൂറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓരോ 15 ഡിഗ്രിക്ക് 1 മണിക്കൂർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഒരു ടേബിളിലേക്ക് വരാം. ഒരു ടേബിളിൽ നമുക്കൊന്ന് ഇവിടെ പരിശോധിക്കാം. അതാ നോക്കുക, ഇവിടെ ഈ ടേബിളിൽ ഗ്രീനിച്ച് രേഖയിലെ സമയം വെള്ളിയാഴ്ച രാവിലെ 10 മണിയാണെന്ന് സങ്കല്പിക്കുക. വെള്ളിയാഴ്ച രാവിലെ 10 മണിയാണ് സങ്കല്പിക്കുക.
നോക്കുക, ഗ്രീനിച്ചിൻ്റെ കിഴക്ക് ഭാഗം നമുക്ക് എടുക്കാം. കിഴക്ക് ഭാഗത്ത് കൂട്ടുകയാണല്ലോ വേണ്ടത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയാണെങ്കിൽ 15 ഡിഗ്രി കിഴക്ക് എന്ത് ചെയ്യുന്നു? വെള്ളിയാഴ്ച രാവിലെ 11 മണി, 1 മണിക്കൂർ കൂടി. 30 ഡിഗ്രിയിലോ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി. 45 ഡിഗ്രിയിലാകുമ്പോഴോ വീണ്ടും 1 മണിക്കൂർ കൂടും. 1 മണി, ഉച്ചയ്ക്ക് 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, 6 മണി, 7 മണി, രാത്രി 7 മണി, രാത്രി 8 മണി, രാത്രി 9 മണി, രാത്രി 10 മണി. ഏതാ? വെള്ളിയാഴ്ച രാത്രി 10 മണിയായി. വെള്ളിയാഴ്ച രാത്രി 10 മണിയായി. എവിടെയാണ്? ഈ 180 ഡിഗ്രിയിലെത്തുമ്പോൾ വെള്ളിയാഴ്ച രാത്രി 10 മണി എന്നതായി. ഇപ്പുറത്തേക്ക് വരാം. അത് പടിഞ്ഞാറോട്ട് പോകാം, വെസ്റ്റിലോട്ട് പോകുന്ന നോക്കാം. വെസ്റ്റിൽ എങ്ങനെയാണ്? ഗ്രീനിച്ചിൽ സമയം രാവിലെ 10 മണിയാണെങ്കിൽ 15 ഡിഗ്രി വെസ്റ്റിൽ 1 മണിക്കൂർ കുറയ്ക്കണം. കുറച്ചിട്ടുണ്ടോ നോക്കൂ. 9 AM, രാവിലെ 9 മണി. വീണ്ടും 30ലേക്ക് പോയപ്പോൾ 8 മണി, രാവിലെ 8 മണി. 45ലാകുമ്പോൾ 7 മണി, 60ലാകുമ്പോൾ 6 മണി, 5 മണി, 4 മണി, ഇവിടെ 3 മണി, ഇവിടെ 2 മണി, 135 1 മണി, 150 രാത്രിയാണ്. അതായത് 12 മിഡ് നൈറ്റ് എന്ന് പറയും. 12 മിഡ് നൈറ്റ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് വെള്ളിയാഴ്ചയാണല്ലോ. വെള്ളിയാഴ്ചയായിട്ട് നമ്മളിപ്പോൾ കണ്ടതെല്ലാം വെള്ളിയാഴ്ചയാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും എത്താണ്? 180 എത്തിയപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. 11 മണി, വെള്ളിയാഴ്ചയ്ക്ക് മുമ്പുള്ളത്. അപ്പോൾ ഏതാണ്? വ്യാഴം, തേഴ്സ്ഡേ. ഇവിടെ എല്ലാം ഫ്രൈഡേ ആണെങ്കിൽ ഇവിടെ തേഴ്സ്ഡേ രാത്രി 11 മണി. ഇവിടെ തേഴ്സ്ഡേ 10 മണി അല്ലേ? തേഴ്സ്ഡേ 10 മണി. അപ്പോൾ നമ്മളിവിടെ കണ്ടത് വെള്ളിയാഴ്ച രാത്രി 10 മണിയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ തേഴ്സ്ഡേ വ്യാഴാഴ്ച രാത്രി 10 മണിയായിട്ട് മാറുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. ഇനി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതിയുണ്ട്. അതുകൊണ്ട് ഗ്രീനിച്ചിൽ രാവിലെ 10 മണിയാണെങ്കിൽ ഈ 180 ഡിഗ്രിയിൽ രാത്രി 10 മണിയാണ്. 12 മണിക്കൂറിൻ്റെ ഡിഫറൻസാണ്. എന്നാൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ ഈസ്റ്റിലോട്ട് പോയപ്പോഴാണെങ്കിൽ അവിടെ വെള്ളിയാഴ്ചയാണ്, വെസ്റ്റിലോട്ട് പോയപ്പോൾ അവിടെ വ്യാഴാഴ്ചയാണ്. അങ്ങനെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. ഈ 180 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് നമ്മൾ പേരിട്ട് നൽകിയിട്ടുണ്ട്. ആ പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അവിടെ നോക്കുക, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയും. എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ പ്രത്യേകത? ഈ കാണുന്നതാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇത് നേർരേഖയല്ല. എല്ലാ രേഖാംശ രേഖകളും all the longitudes are straight lines. But here the international date line is fluctuating at many places. Here you can see it is fluctuating. എന്താണ് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ കാരണം? എന്താ? ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം പൂർണ്ണമായും കടലിലൂടെയാണ് പോയിരിക്കുന്നത്. ഇത് താഴേക്ക് വന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ബെറിങ് സ്ട്രെയിറ്റിലൂടെ, ബെറിങ് കടലിടുക്കിലൂടെ. ഈ കാണുന്നത് ഏഷ്യയാണ്. ഈ കാണുന്നത് അലാസ്കയുടെ ഭാഗം, വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്കയ്ക്കും ഏഷ്യയ്ക്കും ഇടയിലൂടെയാണ്. ഇതിന് രണ്ടിനിടയിലുള്ള സമുദ്രഭാഗത്തെയാണ് നമ്മൾ ബെറിങ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഈ ബെറിങ് സ്ട്രെയിറ്റിലൂടെയാണ് ഇത് താഴേക്ക് വരുന്നത്. ഇത് താഴേക്ക് വന്ന് അല്ലെങ്കിൽ തെക്കോട്ട് പോകുന്നത്. എന്തിനാണ് അങ്ങനെ പോകുന്നത്? കരഭാഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് ഒഴിവാക്കുന്നത്? നോക്കൂ, ഈ ലൈനിൻ്റെ ഈ ഭാഗത്ത് വ്യാഴാഴ്ചയാണ്, ഈ ഭാഗത്ത് വെള്ളിയാഴ്ചയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മൾ കിഴക്കോട്ട് പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ വെള്ളിയാഴ്ച രാത്രി 10 മണി. പടിഞ്ഞാറോട്ട് പോയപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും എന്താണ് കാണുന്നത്? വ്യാഴാഴ്ച രാത്രി 10 മണി അല്ലേ? ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇതല്ലേ കിഴക്ക് ഭാഗം? നമ്മൾ ഇങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ടല്ലേ സഞ്ചരിച്ച്? കിഴക്ക് ഭാഗം ഇവിടെ, ഈ ഭാഗമല്ലേ, അപ്പുറമല്ലേ? ഈ ഭാഗം പടിഞ്ഞാറല്ലേ എന്ന് ചോദിക്കാം. ശരിയാണ്. പക്ഷെ നമ്മളത് ഗ്രീനിച്ചിനെ അടിസ്ഥാനമാക്കിയാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോയത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ 180 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്.
അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറാവുകയും പടിഞ്ഞാറ് കിഴക്കായി മാറുകയും ചെയ്യും. നമ്മൾ ഗ്രീനിച്ചിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഗ്രീനിച്ചിൻ്റെ പടിഞ്ഞാറ് ഇതും കിഴക്ക് ഇതുമാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത്, ഗ്ലോബിൻ്റെ അപ്പുറത്ത് ചെന്ന് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു? തിരിഞ്ഞു പോവുകയാണ്, തിരിച്ചു വരും. അതായത് ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ട് പോയ പടിഞ്ഞാറ് കിഴക്കായിട്ട് മാറും, ഇങ്ങോട്ട് പോയ കിഴക്ക് അവിടെ പടിഞ്ഞാറായിട്ട് മാറും. അതാണ് വ്യത്യാസം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ പടിഞ്ഞാറ് ഭാഗം, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. അവിടെ വെള്ളിയാഴ്ചയും കിഴക്ക് ഭാഗത്ത് വ്യാഴാഴ്ചയുമാണ്. ഈ പ്രശ്നം ഒരു രാജ്യത്ത് കൂടി രേഖ കടന്നുപോയാൽ ഒരു വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഒരു രാജ്യത്ത് തന്നെ 2 ദിവസങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ശരിയായ ഒരു അഭികാമ്യമായ ഒരു സംഗതി അല്ലാത്തതുകൊണ്ട് പൂർണ്ണമായും കരഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ലൈൻ ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കുന്നത്. ടു അവോയ്ഡ് ഇൻഹാബിറ്റൻറ്റ് ലാൻഡ് ഏരിയാസ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈസ് ഫ്ലക്ച്വേറ്റഡ്. അപ്പോൾ എന്താണ്? ഈ ഭാഗത്തുള്ളവർക്കെല്ലാം വെള്ളിയാഴ്ചയായിരിക്കും, ഈ ഭാഗത്തുള്ളവർക്കെല്ലാം വ്യാഴാഴ്ചയായിരിക്കും. ഒരു പ്രശ്നവുമില്ല. ആരെങ്കിലും ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കടന്നു വന്നാൽ വ്യാഴമെന്ന സ്ഥലത്ത് നിന്നും, വ്യാഴമെന്ന സമയം രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് നിന്നും ഇപ്പുറത്തേക്ക് വന്നാൽ അവർ തൻ്റെ കലണ്ടർ വെള്ളിയാഴ്ചയാക്കി മാറ്റിക്കൊള്ളണം. തിരിച്ച് ഇപ്പുറത്ത് നിന്നും, അതായത് സൈബീരിയയിൽ നിന്നും അലാസ്കയിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? അവരുടെ കലണ്ടറിൽ വ്യാഴമാക്കി മാറ്റണം. ഇതാണ് ഒരു തത്വം. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മളിവിടെ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് കാര്യം എന്ന് നോക്കാം. ഒന്ന്, സ്റ്റാൻഡേർഡ് ടൈം എന്താണ്? എന്താണ് സ്റ്റാൻഡേർഡ് ടൈം? നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും പ്രാദേശിക സമയം, ഓരോ രാജ്യവും അവരുടേതായ പ്രാദേശിക സമയം പരിഗണിക്കുകയാണെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് സമയങ്ങളുണ്ടാകും. അവിടെ ഒരു പൊതു പരീക്ഷ നടത്താൻ കഴിയത്തില്ല, റെയിൽവേ ടൈം ടേബിൾ ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഒരു രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന ഒരു സമയം കണ്ടുപിടിക്കണം. അതിനായിട്ട് രാജ്യത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു രേഖാംശ രേഖയെ മാനക രേഖാംശമായി പരിഗണിക്കുന്നു. ഈ മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് രാജ്യത്തെ മുഴുവൻ സമയമായി നമ്മൾ അംഗീകരിക്കുന്നത്. അതിനെയാണ് പ്രാദേശിക സമയമെന്ന് പറയുന്നത്. അപ്പോൾ എവരി കൺട്രി കൺസിഡർ എ പർട്ടിക്കുലർ ലോഞ്ചിറ്റ്യൂഡ് ആസ് ദെയർ ഓൺ സ്റ്റാൻഡേർഡ് മെറീഡിയൻ. The local time on this standard meridian is called as the local time on this standard meridian is called as standard time. അപ്പോൾ ഏതൊരു രാജ്യം, ഓരോ രാജ്യവും, ഇപ്പോൾ ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡേർഡ് മെറീഡിയനാണുള്ളത്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡാണ്. ഇവിടെ കാണാൻ കഴിയും അല്ലേ? ഇന്ത്യയുടെ സ്ഥാനം തന്നെ അറിയാം. ഏതാണ്? പൂർവ്വരേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. 68 ഡിഗ്രി മുതൽ 97 വരെ എന്ന് പറഞ്ഞാൽ ഇവയ്ക്കിടയിൽ 29 ഡിഗ്രിയോളം എന്ന് വെച്ചാൽ ഏതാണ്ട് 30 ഡിഗ്രിക്ക് അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ സമയമേഖല വെച്ചാണ് പരിശോധിക്കുന്നതെങ്കിൽ 2 സമയമേഖലയുടെ വ്യാപ്തിയുണ്ട്. 15, 15, 30. അപ്പോൾ ഏതാണ്ട് 2 സമയമേഖലകളുടെ വ്യാപ്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ ഇന്ത്യയുടെ കിഴക്ക് അരുണാചൽ പ്രദേശിൽ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ഇനി പടിഞ്ഞാറേ അറ്റം ഗുജറാത്തിൽ അവസ്ഥ എന്താണ്? 2 മണിക്കൂർ പുറകോട്ട് പോകണം. അപ്പോൾ ഉദാഹരണത്തിന് അരുണാചൽ പ്രദേശിൽ 6 മണിയാകുമ്പോൾ ഗുജറാത്തിൽ 4 മണിയാവുകയുള്ളൂ. അപ്പോൾ പറയുകയാണ് ഗുജറാത്തിൽ ഉള്ളവർ 6 മണിയായി പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ലോഞ്ചിറ്റ്യൂഡിനെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയനായി പരിഗണിച്ചു. അത് എത്രയാണെന്നറിയാമോ? 82.5 ഡിഗ്രി. 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ. ഇതാണ് ഇന്ത്യയിലെ മാനക രേഖാംശം,
ഈ മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായി നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ISTയും ഗ്രീനിച്ച് സമയം തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും GMT ഗ്രീനിച്ച് മീൻ ടൈം, ISTയും GMTയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 5.5 മണിക്കൂറാണ്. 5 hours and 30 minutes. ആ 5.5 മണിക്കൂറാണ് സമയ വ്യത്യാസം. എന്ന് വെച്ചാൽ ഓർക്കുക, ഗ്രീനിച്ച് സമയത്തേക്കാൾ അല്ലെങ്കിൽ GMTയേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയിലെ സമയം. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ISTയേക്കാൾ 5.5 മണിക്കൂർ പിന്നിലാണ് GMT എന്ന് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇന്ത്യയിൽ 10 മണിയായിരിക്കുമ്പോൾ GMT എത്രയാണ്, അല്ലെങ്കിൽ ഗ്രീനിച്ച് മീൻ ടൈം എത്രയായിരിക്കും? ഇന്ത്യയിൽ രാവിലെ 10 മണിയാണെങ്കിൽ 5.5 മണിക്കൂർ കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 4:30 മണി, 4:30 AM. 4:30യോടൊപ്പം 5:30 കൂട്ടിയാൽ എത്രയാകും? 10 മണിയാകും. അപ്പോൾ അതാണ് ഇന്ത്യൻ സമയം. അപ്പോൾ ഇന്ത്യൻ സമയത്തിൽ നിന്നും 5.5 മണിക്കൂർ കുറയ്ക്കുമ്പോൾ 4:30 AM പോകും. തിരിച്ച് ആലോചിച്ച് നോക്കി, ഗ്രീനിച്ച് സമയം 10 മണിയാണെങ്കിൽ ഇന്ത്യയിലെ സമയം എത്രയാണ്? അപ്പോൾ ഇന്ത്യയിലെ സമയം നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ 10 മണിയോടൊപ്പം 5.5 മണിക്കൂർ കൂട്ടുകയാണ്. അപ്പോൾ എത്രയായിരിക്കും? 3:30. 10 മണിയോടൊപ്പം 2 മണിക്കൂർ കൂട്ടുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായി. പിന്നീട് എത്രയുണ്ട്? 3:30 ഉണ്ട്. ആ 3:30 ആണ്. അപ്പോൾ 3:30 PM ആയിട്ട് മാറും. ഇതാണ് സമയം നിർണ്ണയിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനമായി കാണും. ഇനി നമ്മളിവിടെ 1-2 സമയനിർണ്ണയവുമായി ബന്ധപ്പെട്ട 1-2 പ്രവർത്തനങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ശ്രദ്ധിച്ചാലോ? ഇവിടെ തന്നിരിക്കുന്ന ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കുമെന്നാണ്. അതാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത്. അവിടെ നോക്കൂ, ഉച്ചയ്ക്ക് 12 മണി, ഇവിടെ ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ 82.5 ഡിഗ്രി കിഴക്ക് അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്, അതാണ് 82.5 എന്ന് പറയുന്നത്. 82.5 സമയം എത്രയായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. വളരെ സിമ്പിളാണ്. ഉച്ചയ്ക്ക് 12 മണിയോടൊപ്പം 5:30 കൂട്ടിക്കഴിഞ്ഞാൽ 5:30 മണിയാണ്. അപ്പോൾ 5:30 PM ആയിരിക്കും ഇന്ത്യയിലെ സമയമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ കാണാൻ കഴിയും. ഗ്രീനിച്ച്, ഇന്ത്യ എന്നീ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശ വ്യത്യാസം 82.5 ഡിഗ്രി അഥവാ 82 ഡിഗ്രി 30 മിനിറ്റാണ്. 15 ഡിഗ്രി രേഖാംശത്തിൻ്റെ സമയ വ്യത്യാസം 1 മണിക്കൂറാണ്. 82.5 ഡിഗ്രി രേഖാംശത്തിൻ്റെ സമയ വ്യത്യാസം എത്രയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് ബൈ 15. അപ്പോൾ എത്രയാണ്? 5.5 മണിക്കൂറാണ്. അതെന്ന് പറയുന്നത് 5 മണിക്കൂർ 30 മിനിറ്റാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു, ഗ്രീനിച്ചിൻ്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5.5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം. ദെയർഫോർ ഇന്ത്യയിലെ സമയം എന്താണ്? GMT പ്ലസ് സമയവ്യത്യാസമാണ് 5 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ 5:30 PM. ഇതാണ് നമ്മുടെ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് വഴി, ഒരു ടൈം കാൽക്കുലേഷൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇത് അവിടെ തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണി ആയിരിക്കുമ്പോൾ, ഇവിടെ ദിവസവും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്തോ ഒരു സമയം അല്ലെങ്കിൽ ദിവസത്തിൻ്റെ വ്യത്യാസം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കുക, ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? എങ്ങനെ കണക്കാക്കുന്നത്? അത് അവിടെ ഒരു 2 ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്, അതാണ് ഇന്ത്യ. അടുത്ത പറഞ്ഞ 135 ഡിഗ്രി കിഴക്കാണ്. അപ്പോൾ എന്താ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ലൈൻ വരച്ച് 135 ഡിഗ്രി കിഴക്കെന്ന് അവിടെ രേഖപ്പെടുത്തി. അത് ജപ്പാനാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള രേഖാംശ വ്യാപ്തി എത്രയാണെന്നാണ് നമ്മൾ കാണേണ്ടത്. ഈ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശ വ്യാപ്തി അങ്ങനെ കണക്കാക്കുന്നത് എങ്ങനെയാണ്? 135 മൈനസ് 82 ഡിഗ്രി 30 മിനിറ്റ്. അങ്ങനെ ആ രേഖാംശ വ്യാപ്തി നമ്മൾ കണക്കാക്കുമ്പോൾ അത് 52 ഡിഗ്രി 30 മിനിറ്റ് ആയിട്ട് മാറും. 52 ഡിഗ്രി 30 മിനിറ്റ് ആയിട്ട് നമുക്ക് മാറും. അപ്പോൾ 52 ഡിഗ്രി 30 മിനിറ്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇന്ത്യയിൽ നിന്നും ജപ്പാൻ വരെ രേഖാംശ വ്യാപ്തി 135 മൈനസ് 82 ഡിഗ്രി 30 മിനിറ്റ് 52 ഡിഗ്രി 30 മിനിറ്റ് ആയിട്ട് കാണാം.
ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു കോൺസെപ്റ്റ് ഉണ്ട്, 1 ഡിഗ്രി രേഖാംശത്തിൻ്റെ സമയവ്യത്യാസം 4 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ചെയ്യുന്നത്? 52 ഡിഗ്രി 30 മിനിറ്റ് ഗുണം 52 ഡിഗ്രി 30 അല്ലെങ്കിൽ 52.5 ഗുണം 4 എടുക്കണം. അപ്പോൾ എത്ര മിനിറ്റ് എന്ന് കിട്ടി? അപ്പോൾ 210 മിനിറ്റ് എന്ന് കിട്ടി. 210 മിനിറ്റ് എന്ന് പറയുന്നത് മണിക്കൂറിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക? 210 ഡിവൈഡഡ് ബൈ 60. 210നെ 60 കൊണ്ട് ഭാഗിക്കണം. ഈ 210നെ 60 കൊണ്ട് നമുക്ക് ഭാഗിക്കണം. അങ്ങനെ ഭാഗിക്കുമ്പോൾ എത്ര ലഭിക്കുന്നത്? 3 മണിക്കൂർ 30 മിനിറ്റ് കിട്ടുകയാണ്. ശരിയല്ലേ? 3 മണിക്കൂർ 30 മിനിറ്റ് കിട്ടുകയാണ്. അപ്പം ജപ്പാനിലെ സമയമാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ജപ്പാൻ ഇന്ത്യയുടെ കിഴക്കാണ്. അപ്പോൾ ഇന്ത്യൻ സമയത്തേക്കാൾ കൂടുതലാണ് ജപ്പാനിലെ സമയം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സമയം രാവിലെ, ഇവിടെ നോക്കൂ, എന്താണ്, തിങ്കളാഴ്ച രാത്രിയാണ്, രാവിലെയല്ല, തിങ്കളാഴ്ച രാത്രി 11 മണിയാണെങ്കിൽ രാത്രി 11 മണിയോടൊപ്പം 3.5 മണിക്കൂർ കൂട്ടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? 3.5 മണിക്കൂർ, 1 മണിക്കൂർ കൂട്ടിയപ്പോൾ 12 മിഡ് നൈറ്റായി അല്ലേ? 1 മണിക്കൂർ കൂട്ടിയപ്പോൾ. അപ്പോൾ 3.5 മണിക്കൂർ, ഇനി 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം 2.5 മണിക്കൂർ, അടുത്ത ദിവസം. അപ്പോൾ തിങ്കൾ എന്നുള്ളത് എന്തായിട്ട് മാറി? ചൊവ്വാഴ്ച 2:30 AM ആയി മാറി. അതവിടെ നോക്കൂ, ചൊവ്വാഴ്ച, അതിവിടെ കാണാൻ കഴിയും, ചൊവ്വാഴ്ച 2:30 AM അല്ലെങ്കിൽ 2 മണി 30 മിനിറ്റ് AM. തിങ്കൾ എന്നുള്ളത് മാറി അല്ലേ? തിങ്കളാഴ്ച രാത്രി 11 മണിയോടൊപ്പം 3.5 മണിക്കൂർ കൂടി കൂട്ടിയപ്പോൾ എന്തായിട്ട് മാറുകയാണ്? ചൊവ്വാഴ്ച രാവിലെ അല്ലെങ്കിൽ AM, അതാണല്ലോ AM 2:30 മണിയായിട്ട് മാറുന്നു. ഈ വിധമാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യത്തെ യൂണിറ്റ്, ജോഗ്രഫിയിലെ ആദ്യത്തെ യൂണിറ്റ് എന്താണ്? സീസൺസ് ആൻഡ് ടൈം അല്ലെങ്കിൽ ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ഋതുഭേദങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. എല്ലാ കൂട്ടുകാർക്കും ഈ യൂണിറ്റ് ലളിതമായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.